എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റായിട്ടൊരു കറിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 പൊട്ടറ്റോയും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒന്ന് പകുതിയാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. സാധാരണ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിൽ വിസിലടുപ്പിച്ചാൽ മതി. പക്ഷേ കുക്കറിൽ വിസിലടുപ്പിക്കുമ്പോൾ ആകെ വെന്ത് അതൊരു ടേസ്റ്റ് ഇല്ലാതെ വരും നമ്മുടെ ഉരുളക്കിഴങ്ങിനൊക്കെ. അപ്പം ഞാൻ സാധാരണ ഇതേപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പൊട്ടറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് തൊലിയൊക്കെ പൊളിച്ച് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഇതുപോലെ ഒരു കടായി വെച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ വന്നാൽ മതി, ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു പകുതി ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറിക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക കളറും എല്ലാം ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് കടിക്കാനും കിട്ടും. ഒരെണ്ണം ഞാനിങ്ങനെ പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചിട്ടുമുണ്ട്. പിന്നെ ഞാൻ ചേർത്തത് കറിവേപ്പിലയും ഉണക്കമുളകും 5-6 പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നതിന് ശേഷം ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടില്ല കേട്ടോ, അപ്പോൾ അത് ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 1/2 കപ്പ് വെള്ളം ചേർത്തത്. ഇനി ഒരു ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തെടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് ഈ ക്യാരറ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുന്നത് ഒരു ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചൂട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ സംഭവമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഇത് തേങ്ങാപ്പാലല്ല, പശുമ്പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ്, പ്രത്യേകം പറയുകയാണ് കേട്ടോ, ഇത് പശുമ്പാലാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്നത് ഇതേ രീതിയിലുള്ള പൊട്ടറ്റോ കറിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നാം, പശുമ്പാൽ ഒഴിച്ചാൽ കറി പിരിഞ്ഞ് പോവില്ലേന്ന്. ഒന്നുമല്ല കേട്ടോ, പിരിഞ്ഞൊന്നും പോവില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ കറി കിട്ടും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. 2 ദിവസം വരെ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. പുറം രാജ്യത്തുള്ളവർക്ക് എപ്പോഴും തേങ്ങയൊന്നും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ പശുമ്പാൽ വെച്ചിട്ട് നമ്മുടെ കിഴങ്ങ് കറി റെഡിയാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പൂരിയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പൂരിയും ഈ പൊട്ടറ്റോ കറിയും. അപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയച്ചു വരാം.